ടൈം വെച്ചിട്ട് വാ. ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായി സേഫായി ഹാപ്പി ആയിരിക്കണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞങ്ങൾക്ക് വലിയ സുഖമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ വീട് ഇങ്ങനെ മാറി മാറി നിന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നും പോവാണ്ട് ഹോസ്പിറ്റലിലേക്ക് കുറച്ച് കഴിഞ്ഞാൽ പോകണം. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ലെങ്ത്തുള്ള വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ എണീറ്റ പാടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ഒതുക്കുക. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ മറ്റേ ബെഡ്ഷീറ്റായിട്ട് 2 സൈഡ് ഉണ്ട് കേട്ടോ ഡിസൈൻ. അപ്പോൾ ആദ്യം വൈറ്റ് കളറാണെന്നു. ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ വൈകിട്ട് സമാധാനത്തിലൊന്ന് മറച്ചിട്ടു. അങ്ങനത്തെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി ജെല്ലൊക്കെ തുറന്ന് ദോശ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഇതാ മാവിൻ്റെ തണുപ്പൊന്ന് മാറുമ്പോഴേക്കും ഞാൻ തുണികളൊക്കെ ഇന്നലെ വാഷിംഗ് മെഷീനിൽ വൈകിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ തുണികൾ ഒന്ന് വിരിച്ച് സ്റ്റാൻഡിൽ ഇട്ടിട്ടുണ്ട്. രാവിലെ ആകുമ്പോഴേക്കും കുറച്ചൊക്കെ ഉണങ്ങി കിട്ടി. ഒരു 3 എണ്ണം കൂടെ ഉണങ്ങാത്തുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എടുത്ത് ആ 3 എണ്ണം കൊണ്ട് പുറത്ത് വിരിക്കാനായിരുന്നു കേട്ടോ. പിന്നെ ആ സ്റ്റാൻഡ് ഒതുക്കിയിട്ട് അടിച്ചു വാരി ഇടാമല്ലോ. പിന്നെ എൻ്റെ ടീഷർട്ട് അത് നോക്കണ്ട കേട്ടോ. രാത്രി ഇങ്ങനെ ലൂസുള്ള ടൈപ്പൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ ഇട്ടിട്ട് വീഡിയോ ഒന്നും എടുക്കാറില്ല. പക്ഷേ എനിക്ക് തീരെ സമയമില്ല നേരെ പോയി കുളിക്കാനൊന്നും. കുറച്ച് പരിപാടികൾ തീർത്തിട്ട് വേണം കുളിക്കാൻ. അപ്പോൾ എന്തായാലും ഇതെടുത്തിട്ട് സുനുവിൻ്റെ ആണേ ഇതൊക്കെ. അപ്പോൾ ഇവനെ വീഡിയോ എന്തോ കണ്ടുകൊണ്ടിരിക്കുക. സുജിത്ത് ഭക്തൻ്റെ അനിയൻ്റെ ട്രെയിൻ യാത്രയുടെയൊക്കെ വീഡിയോസ് അല്ലേ, അതൊക്കെ കാണും കേട്ടോ. അപ്പോൾ അത് പൂവെന്ന് പറഞ്ഞിട്ട് പല്ല് തേക്കാൻ വരാണ്ട് ലാസ്റ്റ് ഞാൻ സ്റ്റെക്കാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാട്ടോ. അങ്ങനെ പല്ല് തേപ്പ് കഴിഞ്ഞു. ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല, അത് വ്യാഴാഴ്ചയായിരുന്നു തോന്നുന്നു. പുസ്തക പൂജയൊക്കെ കഴിഞ്ഞ് ബുക്ക് എടുക്കുന്ന ദിവസം നേരെ രാവിലെ നമ്മൾ ഇങ്ങനെ ബുക്ക് എടുക്കാൻ പോയി അമ്പലത്തിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കലാമണ്ഡലത്തിൽ നിരവ് നന്നായി പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കഥകളി സ്കൂള് കലാമണ്ഡലത്തിൻ്റെ തൊട്ടപ്പുറത്താണ്. നല്ല ടീച്ചറൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങനെ ചേർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നത്തളൊക്കെ മേടിച്ചു. കൊഴുവ എന്ന് പറയും മീൻ. അതൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിലെത്തി കറിയും വർക്കൊക്കെ ചെയ്ത് ചോറുണ്ട് കഴിഞ്ഞപ്പോഴാണ് നേരെ വീണ്ടും വയറ് വേദന. നല്ല സഹിക്കാൻ പറ്റാത്ത വേദനയാണെന്ന് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ 2-3 വട്ടമായിട്ട് ഡോക്ടറിനെ കാണിക്കാൻ പോകുന്നുണ്ട്. എന്നാലും അവർ ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഗ്യാസിൻ്റെ മരുന്നൊക്കെ അവർ തന്നത്. പക്ഷേ ഒരു കുറവില്ലാണ്. നമ്മൾ വീണ്ടും അങ്ങോട്ട് പോയപ്പോൾ ഡോക്ടർ ഒരു കൂസലൂലാണ് ഇങ്ങനെ പറഞ്ഞു. അവർ ഗ്യാസിൻ്റെ മരുന്ന് കൊടുത്താൽ മതി, 2 നേരം ഗ്യാസിൻ്റെ പ്രശ്നം എരിവും പുളിയൊന്നും കൊടുക്കണ്ട, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോഴും ഡോക്ടർ സീരിയസ് ആയിട്ടൊന്നും പറയണമെന്നില്ല. ഇനി എങ്ങാനും ഇത് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒരു പെയിൻ്റെ അല്ല വയറിന് എന്തെങ്കിലുമൊക്കെ ഒരു മസിലിന് എന്ത് പെയിനോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ കൊടുക്കാനുള്ളൊരു മരുന്നാണ് കുട്ടികൾക്കുള്ളത് തന്നെയാണ്, അത് കൊടുത്തോളാൻ പറഞ്ഞു. പക്ഷെ അതൊന്നും കൊടുത്തിട്ട് ഒരു കുറവില്ല കേട്ടോ. 3-4 ദിവസമായി തന്നെ കൊടുക്കണം, എന്നിട്ട് കുറവില്ല. കുട്ടിക്ക് പെയിൻ കൂടി വരിക എന്നല്ലാണ്ട് കുറയണില്ല. രാത്രി ആകുമ്പോഴായിട്ട് ഭയങ്കര പാട്. രാത്രി ആകുമ്പോൾ ഇങ്ങനെ വയറുമ്പോൾ വേദന. എനിക്ക് തോന്നുന്നു ആ പെയിൻ കൂടിയിട്ട് കാലുമ്മയ്ക്ക് വേദന വന്നിട്ടാണ് തോന്നുന്നു. കാലുമ്മയും വേദന, എല്ലായിടത്തും കുട്ടിക്ക് വേദനയായിട്ട് ഓളിയിട്ട് കരയൊക്കെ ചെയ്ത് തോന്നുന്നു. എനിക്ക് ആകെ പേടിയായിട്ട് സനേഷാനെ വിളിച്ചിട്ട് ഞാനിങ്ങനെ എരിവിരി കൂടും. എനിക്ക് ദേഷ്യം വരാനും സങ്കടം വരാനൊക്കെ തുടങ്ങും കേട്ടോ. എന്നിട്ട് ചേട്ടൻ ദേഷ്യം വന്നിട്ട് ഫോൺ വെച്ചിട്ട് പോകും അങ്ങനെ. എന്നിട്ട് ലാസ്റ്റ് ചേട്ടൻ രാവിലെ പീഡിയാട്രീഷനെ വല്ലതും കാണിക്കുന്നത്. അപ്പം അങ്ങനെ ഇവിടെ അടുത്തുള്ള ഷാജഹാൻ ഡോക്ടർ, ഞാനും ഷാജഹാൻ ഡോക്ടർ ചെറുതായിട്ടൊന്ന് നല്ല ഇതായിരുന്നു, അതായത് തെറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, പണ്ട് എന്ന് പറയില്ല, ഒരു 2023 ആ സമയത്തൊക്കെ ഞാൻ ബുക്കിലൊരു ഡേറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇവനൊരു പനി വന്നിട്ട് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് അവിടുത്തെ സിസ്റ്റർമാർ മര്യാദയ്ക്ക് നോക്കാണ്ടൊക്കെ എനിക്ക് മൊത്തത്തിൽ ദേഷ്യം വന്നു. കുട്ടിക്ക് പനിയും മാറുന്നില്ല. എന്താ പറയുക, നല്ല ഡോസുള്ള മരുന്ന് അല്ല, അത്യാവശ്യം ഡോസുള്ള മരുന്ന് തന്നെയാണ് ഡോക്ടർ കൊടുക്കുക. ഡോക്ടറെ കുറ്റം പറയല്ല കേട്ടോ. അങ്ങനെയാണല്ലോ എല്ലാവർക്കും താല്പര്യം. മരുന്ന് കുട്ടികൾക്ക് പെട്ടെന്ന് കൊടുത്ത് വേഗം അസുഖം മാറണം എന്നുള്ള പേരൻസാണല്ലോ. അപ്പം അങ്ങനെയുള്ള മരുന്ന് കൊടുക്കണോണ്ടല്ല, ആകെ തളർന്ന പോലെയൊക്കെ ആയി. എനിക്ക് ആകെ ടെൻഷൻ പേടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇനി കാണിക്കില്ല അവിടെ എന്നൊക്കെ വെച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. പിന്നെ ആ ഡോക്ടറുടെ അടുത്തേക്ക് പോകണേ എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക്. എങ്കിലും നമുക്ക് കുട്ടിയുടെ അസുഖം മാറല്ലേ വേണ്ടേ വെച്ചിട്ട് നമ്മളങ്ങനെ പോയതെന്തായാലും നന്നായിട്ടോ. കുട്ടിക്ക് ആകെ രാവിലെ എൻ്റെപ്പോഴും അത് ഫുഡ് കഴിച്ചിട്ട് ആകെ വേദന തന്നെയായിരുന്നു. അവിടെ പോയി നല്ല മരുന്നോളാ തരിക, കുറച്ച് ഡോസുള്ളത് തന്നെയാവും. അങ്ങനെ ആൻറ്റിബയോട്ടിക് ഒരു നേരം കൊടുത്തപ്പോഴേക്കും മാറിയതേ. ഒരു നേരത്ത് വേദന വന്നു കേട്ടോ. രാത്രി അതുകൊണ്ട് പെയിൻ വന്ന് പിന്നെ അതിൻ്റെ ഇടയിലൊന്നും വന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനം തോന്നി കേട്ടോ.
കാരണം കുട്ടിക്ക് ഇങ്ങനെ ഇത് കൂടുമ്പോൾ പെയിനൊക്കെ വരുമ്പോൾ നമുക്ക് വിഷമല്ലേ. അങ്ങനെയൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് കാലുവേദനയ്ക്ക് ഇത് വൈറ്റമിനും കാൽഷ്യല്ല അയണിൻ്റെയും ടെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതും ദൈവം സഹായിച്ച് നല്ല കുറവ്. അതിൻ്റെയൊക്കെയാണ് ഈ പെയിൻ എന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ദോശ ഉണ്ടാക്കി, മീൻകറി ഉണ്ട് കേട്ടോ, നത്തള് അതുണ്ട്. പിന്നെ അവന് പഞ്ചസാര കൂട്ടിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എരിവും പുളിയൊന്നും അധികം വയറ്റിക്ക് പോകണ്ടെന്ന് പറഞ്ഞു. ഈ കുടലുണ്ടല്ലോ അവിടുത്തെ തൊലി പോയിട്ടുണ്ടെന്ന് എന്തൊരു ഫുഡ് കഴിച്ചിട്ട് അത് പറ്റാണ്ട് ഈ സിപ്പപ്പൊക്കെ എന്നാൽ പറഞ്ഞത് ഡോക്ടർ. സിപ്പപ്പൊക്കെ കഴിക്കുമ്പോഴേ അങ്ങനെ ഉണ്ടാവുക. പക്ഷെ ഞാൻ സിപ്പപ്പ്, ഫ്രൂട്ടി അങ്ങനത്തെ കണ്ണിങ്ങണ്ട ഇതൊന്നും കുട്ടിക്ക് മേടിച്ച് കൊടുക്കാറില്ല. ഞാനും അങ്ങനെ കുടിക്കാറില്ല കേട്ടോ. എപ്പോഴും സനേഷായിട്ടുള്ള സമയത്ത് നമ്മളൊരു കുഴിമന്തി മേടിച്ചപ്പോൾ അങ്ങനെ കുടിച്ചു എന്നല്ലാണ്ട് അങ്ങനത്തെ കണ്ണിങ്ങണ്ടതൊന്നും. ആകെ കൂടിപ്പോയാൽ എന്തെങ്കിലും ബജ്ജിയോ അല്ലെങ്കിൽ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കിടന്നത്. പക്ഷെ അങ്ങനെ കഴിച്ചാലും ബിരിയാണിന്ന് ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവും പറഞ്ഞു ഡോക്ടർ. അറിയില്ല എന്താന്ന്. എന്തായാലും അവിടുത്തെ തൊലി പോയിട്ടേ ഈ എരിവുള്ള ഫുഡൊക്കെ പോകുമ്പോൾ അവിടെ നീറ്റം വരുമല്ലോ. ആ നീറ്റം പുറത്തേക്ക് വരുമ്പോൾ അതൊരു പെയിനായിട്ട് മാറുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എരിവ് പുളി അങ്ങനത്തെ ഒന്നും കൊടുക്കണ്ട. പ്രത്യേകിച്ച് വേറൊന്നും പറഞ്ഞില്ല കേട്ടോ. പിന്നെ നമുക്കറിയാമല്ലോ, ഞാൻ വന്നപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ തന്നെ മോര് കാച്ചി ചോറ് കൊടുത്തു. പിന്നെ അങ്ങനെ കഞ്ഞി, ഉപ്പിട്ട കഞ്ഞി അങ്ങനെ ഓരോന്നൊക്കെ കൊടുത്തിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു നേരം കൂടെ വന്ന് ഇനിയിപ്പോൾ 10:30 ആകുമ്പോൾ ഒന്നുകൂടെ ഹോസ്പിറ്റലിലേക്ക് പോകണം. ഇനിയിപ്പോൾ വൈറ്റമിൻ്റെ റിസൾട്ട് മേടിച്ച് ഡോക്ടറെ കാണിച്ച് ആ മരുന്നും കൂടെ മേടിക്കണം. ഇതിപ്പോൾ മരുന്ന് കമ്പനിയാക്കാൻ പോകാൻ തോന്നുന്നുണ്ട്. ദൂരം മരുന്നാണ്. ഈ കുന്നുംപുറത്തുനിന്ന് തന്നെ കുറേ മരുന്ന് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ ഹോസ്പിറ്റലിലേക്ക് ഇന്നലെ പോയപ്പോൾ കുറേ മരുന്ന് വേറെ കിട്ടി. അങ്ങനെ ദോശയും എന്തൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ ഒന്ന് അടിച്ചു വാരിയിടുക കേട്ടോ. പഞ്ചസാരയ്ക്ക് ഉള്ളതുകൊണ്ടേ അതിന് ദിവാങ്കോട്ടിലിരുന്ന് കഴിഞ്ഞാൽ പൂല്ലോ വെച്ചിട്ട് താഴെ ഇരുന്ന് കഴിച്ചോളാൻ പറഞ്ഞു കേട്ടോ. പിന്നെ ഇത് അടിച്ചു വരുമ്പോൾ ഇതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ സാധനങ്ങളും മാറ്റിയിട്ട് അഡ്മിഷൻ ഫീ കഥകളി സ്കൂളിൽ പാട്ടിന് ചേർത്തതിൻ്റെ കേട്ടോ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത്ര അധികം പണികളെടുത്ത് അതിൻ്റെ ഇടയിൽ പോയി അടിച്ചു വാരിയത്. അങ്ങനെ അത് കിട്ടി. അത് കൊണ്ട് മെഷീനിൽ വെക്കാൻ പറഞ്ഞു. അതിന് വേഗം അടിച്ചു വാരി എടുക്കാം കേട്ടോ. അതിൻ്റെ ഇടയിൽ വെള്ളിയാഴ്ച സ്കൂളിലേക്ക് പോകാൻ നമ്മൾ റെഡിയാക്കി നിർത്തിയതാട്ടോ. അവൻ കഞ്ഞിയൊക്കെ കൊടുത്തിരുത്തിയപ്പോഴാണ് വീണ്ടും പെയിൻ വന്നത്. അങ്ങനെയാണ് നമ്മൾ ഇന്നലെ പ്രൈവറ്റ് പീഡിയാട്രീഷനെ കാണിക്കാൻ പോയത്, പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ. അങ്ങനെ അതൊക്കെ കാണിച്ചപ്പോൾ നല്ല സമാധാനമായിട്ടോ. എന്തായാലും വേഗം അടിച്ചു വാരിയിട്ട് വേണം ഇനിയിപ്പോൾ വിളക്ക് വെക്കണ്ടേന്ന് വെച്ചിട്ടാണ് ഈ നടക്കണത്. അതിൻ്റെ ഇടയിൽ ചായയുടെ ചൂടാറിയിട്ടുണ്ട്. അതിൻ്റെ പുറകെ നടന്ന ഓരോന്നൊക്കെ ഇതാ ഇപ്പോൾ പറയുന്നുണ്ട്. എന്തിനാ അമ്മ മീൻ കറിയിൽ എരിവിട്ട്, നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ലല്ലോ ആ സമയത്ത് കറിയിൽ എരിവിടാൻ പാടില്ല അങ്ങനെ എങ്ങനെയെന്നൊന്നും. അപ്പോൾ ഞാൻ എന്തായാലും മീൻ കറി വയ്ക്കൽ എരിവ് അങ്ങനെ ഇട്ടു. പക്ഷേ പിന്നെ അവനോട് വന്ന് ചോദിക്കുക എന്തിനാ അമ്മ അങ്ങനെ ചെയ്തേ ഇങ്ങനെ ചെയ്തേന്നൊക്കെ. ഞാൻ വേഗം ചായ കൊണ്ട് കൊടുത്തിട്ടേ മേലെഴുകാൻ പോവായിരുന്നു കേട്ടോ. രാവിലെ ചോറും ഉപ്പേരി എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് പോകാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. പക്ഷേ ക്യാബേജൊക്കെ അരിഞ്ഞ് വന്നപ്പോഴേക്കും 9 മണിക്ക് ആവാറായിട്ടുണ്ട്. ഒന്നാമത് ലേറ്റായിട്ട് എണീറ്റത് കേട്ടോ. കാരണം ഈ വയ്യായും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ഉറക്കൊന്നും ശരിയാവണുണ്ടായിരുന്നില്ല. നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പരിപാടികളും ഒരുവിധം കഴിഞ്ഞപ്പോൾ അവനിപ്പോൾ തോർത്ത് മാറ്റി ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം മേടിച്ചിട്ടുണ്ട്. അതെന്താ ടർക്കിയാണോ അതേ തോന്നുന്നുണ്ടല്ലേ. നല്ല രസമുണ്ട്, നല്ല ക്യൂട്ട്. ഉണ്ണി ഇടുന്ന സമയത്ത് ഇങ്ങനെയൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കേട്ടോ നല്ല സോഫ്റ്റ് സാധനം. അവൻ്റെ തന്നെ സെലക്ഷൻ ഈ കളർ കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ രണ്ടാളുടെയും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മേല് എഴുകാനല്ല കേട്ടോ, കുളി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് നടത്താൻ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. കുറച്ചധികം മരുന്നുള്ളതുകൊണ്ട് അവൻ ഹാപ്പി ആട്ടോ. ഞാൻ അത്ര ഹാപ്പി ഒന്നുമല്ല. എനിക്ക് വലിയ താല്പര്യമില്ല എത്ര അധികം മരുന്ന് കഴിക്കണം. പിന്നെ അസുഖം മാറണ്ടേ വെച്ചിട്ടാ. അപ്പോൾ ഓറഞ്ചിൻ്റെ ഫ്ലേവർ ഇതൊക്കെ ഫ്ലേവറുകളുണ്ട്. പക്ഷെ ഫുൾ കയ്പ്പാന്ന് അവൻ പറയുന്നുണ്ട്. പിന്നെ ഒരു ഗുളികയുണ്ട്, അത് കഴിക്കാനാട്ടോ കുറച്ച് പണി. ഇത് ഫ്രിഡ്ജിൽ വെക്കണതാട്ടോ ആൻറ്റിബയോട്ടിക്. അപ്പോൾ അതും കൂടെ അതിന് വേറെ എന്തോ ടേസ്റ്റ് എല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കേട്ടോ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞൊരു ഗുളികയും കൂടിയേ ഉള്ളൂ. അത് തൊണ്ടയിൽ ഒരു തട്ടണ പോലെയൊക്കെ അവന് തോന്നുന്നുണ്ട്. ഇത്ര നാളും അവനിങ്ങനെ ഗുളികയൊന്നും കൊടുത്തിടുന്നില്ലല്ലോ. അപ്പോൾ കുറച്ച് വലുതായതുകൊണ്ട് അതുകൊണ്ട് ഡോക്ടർ ഇപ്പോൾ ഗുളികയൊക്കെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ തൊണ്ടയിൽ കുടുങ്ങിയ പോലെ തോന്നിയിട്ടോ. പിന്നെ വേഗം വെള്ളം ഒഴിച്ച് കൊടുത്തപ്പോൾ അങ്ങോട്ട് സെറ്റായിട്ടോ. കണ്ടോ ഇങ്ങനെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എനിക്ക് അത് കണ്ടപ്പോൾ പേടിയോ.
എന്നാലും അത് കൊടുത്ത് സെറ്റായി വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ വിളക്ക് വെക്കണതിന് ആദ്യം തന്നെ ഞാൻ എന്താ അവൻ്റെ കിണ്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ അവൻ ഇപ്പോൾ ഡെക്കറേഷൻ പോലെ അതിൽ തുളസിയൊക്കെ കയറ്റി വയ്ക്കും. തുളസി പൊട്ടിക്കാനൊക്കെ പോയി കുട്ടി കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൻ്റെ ഇടയിലാട്ടോ പാല് വരാറായിട്ടുണ്ട്. അപ്പോൾ പാല് മേടിക്കണ പാത്രത്തിൽ തൈര് ഒഴിച്ച് വെച്ചുകൊണ്ട് ഇപ്രാവശ്യം കപ്പ വെച്ചത്. അങ്ങനെ നീര് നല്ല ഡെക്കറേഷനിൽ തുളസിയൊക്കെ അങ്ങനെ കിണ്ടിയുടെ അവിടെ കുത്തിയിട്ട് നല്ല ഭംഗിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് അവിടെ വെച്ച് ഗുഡ് ബോയ് എന്നൊക്കെ പറഞ്ഞ് നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇനി ചന്ദനത്തിരി എന്നോട് പ്രത്യേകം കത്തിക്കരുതെന്നും പറഞ്ഞിട്ടാട്ടോ അവൻ പോയത്. അപ്പോൾ ഞാൻ വിളക്ക് വേഗം കത്തിച്ച് വെച്ചു. പിന്നെ അവൻ്റെ കാലിൻ്റെ ചുവട്ടിലിരിക്കണ മീൻ കുട്ടികളാട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തോന്നുന്നു മീൻ പാറ്റിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗപ്പി. കുറേ കുട്ടികളുണ്ടായി, 12 കുറേ ഉണ്ടായിരുന്നു. കുറേ എണ്ണത്തിനാ തന്നെ തിന്നു. അതുകൊണ്ട് കുറച്ചെനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. കുറേ കുത്തിയിരുന്ന് നോക്കിയിട്ടും പറ്റണമൊക്കെ എടുത്തു, ബാക്കിയൊക്കെ അതന്നെ തിന്നു കേട്ടോ. അങ്ങനെ വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ സമാധാനത്തിൽ ദോശയും പിന്നെ മീൻ കറിയും കൂടി കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ മെയിൻ കാർട്ടൂൺ ഇത് കണ്ടിട്ട് അവൻ എന്തൊക്കെയോ കൊറിയൻ ഭാഷ എന്തൊക്കെയോ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചോവി എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ആൻസ് പറയണ എന്തൊക്കെയോ പറയും കേട്ടോ അവരുടെ ഭാഷയിൽ. എനിക്ക് നല്ല ചിരി വരും കേൾക്കുമ്പോൾ. പിന്നെ നമ്മുടെ പാല് ചേട്ടൻ വന്നു. പാലെടുത്ത് വെച്ചിട്ട് നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയി. സമയമായിട്ടുണ്ട് കേട്ടോ. നീരുവിൻ്റെ വാച്ച് എവിടെ? അങ്ങനെ ഡോക്ടറെ കാണിച്ചു. പുറത്തുനിന്ന് ആട്ടെ ഞാൻ മരുന്ന് മേടിക്കാൻ നിന്ന്. കാരണം ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ നല്ല തിരക്ക്, നിൽക്കാനും തിരിയാനും സ്ഥലമില്ല. അത് കഴിഞ്ഞ് അവൻ ഓട്ടോറിക്ഷ വേണം പറഞ്ഞിട്ട് ഒരു ടോയ്സിൻ്റെ കടയിലേക്ക് പോവാണ്. നടന്നിട്ടാണ് പോയത് കേട്ടോ. ഷോപ്പിൻ്റെ അവിടെ വണ്ടി അങ്ങനെ നിർത്തി വെച്ചിട്ട് നടക്കാനുള്ള ദൂരമുള്ള എത്തിയിട്ട് നടക്കാൻ വെച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. നീതുവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ എന്തൊക്കെയോ ടോയ് കാറുകൾ കളക്ഷൻ എന്നൊക്കെ നീതു പറഞ്ഞിരുന്നു. രോഹിത് ചേട്ടൻ്റെ കളക്ഷൻ. അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ കുഞ്ഞി കാറുകളൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. റേറ്റ് കണ്ടോ? ഇതിന് വലിയ റേറ്റ് ഇല്ല കേട്ടോ. ഞങ്ങൾ മേടിച്ച ഓട്ടോറിക്ഷയ്ക്ക് ഗംഭീര റേറ്റാണ്. ഇതൊക്കെ പിന്നെ നമുക്ക് സെറ്റാക്കാം, ഇതൊക്കെ മേടിക്കാവുന്നുള്ളൂ. ഉണ്ടാവും 249. അതും കുഴപ്പമില്ല. പക്ഷേ ഇവൻ്റെ ഓട്ടോറിക്ഷയുടെ വില കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഇപ്പോൾ ഇതാ കാണിച്ചു തരാം കേട്ടോ. 385. 400 രൂപയ്ക്ക് കുറച്ച് ചില്ലറയുടെ ഇതാണുള്ളൂ കേട്ടോ. എന്താ ഇതിന് ഇത്ര വ്യത്യാസം ചോദിച്ചൊക്കെ അറിയില്ല. ഇതിന് തൊട്ട് മുന്നുള്ള വണ്ടിക്ക് ബാറ്ററി ഒക്കെ ഇടാൻ പറ്റുമായിരുന്നു. ഇനി അതുമില്ല, ലൈറ്റും കത്തില്ല, പാട്ടുമില്ല, ഒന്നുമില്ല. എന്നാലും നല്ല റേറ്റുള്ള സംഭവം തന്നെയാണ് ഓട്ടോറിക്ഷ അല്ലേ. അതിനകത്ത് ഈ പൂച്ചയില്ലേ, ഇത് ഞങ്ങൾ ദുബായിക്ക് പോയപ്പോൾ ചേട്ടൻ മേടിച്ചേരാൻ നിന്നിരുന്നു. നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ അവിടുത്തെ പൂച്ച. അങ്ങനത്തെ ഞാൻ ഇതൊക്കെ കൂടി വെറുതെ ഒരു വീഡിയോ എടുത്തു. അവന് അങ്ങനെ കാണുന്നതൊക്കെ വേണം പറയാൻ തുടങ്ങി കേട്ടോ. ഇത് നല്ല രസമുണ്ടല്ലോ വാച്ച്. അപ്പോൾ നമ്മൾ വല്ല വീഡിയോ ഒക്കെ വെറുതെ എടുത്തതാട്ടോ. അങ്ങനെ ഇവിടെ തന്നെ അവന് മറ്റേ കാറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. സനേഷാനൊക്കെ കൂടി വന്നിട്ട് അങ്ങനെ ആ പൈസയൊക്കെ കൊടുത്ത് നമ്മൾ പച്ചക്കറി കടയിൽ വന്നിട്ടുണ്ടായിരുന്നേ. കാരണം അത്യാവശ്യമായിട്ട് പച്ചമുളക് ഉണ്ടായിരുന്നില്ല. പച്ചമുളക് മേടിക്കാൻ വന്നത്, പിന്നെ പഞ്ചസാര മേടിക്കാനുണ്ടായിരുന്നു. അതിനകത്തൊക്കെ മേടിച്ച് അവനത് മരുന്നുകളും പിന്നെ എനിക്ക് തൈറോയിഡിൻ്റെ മരുന്നുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ഈ പീഡിയാട്രീഷനൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അത്യാവശ്യം അത്യാവശ്യം പൈസ പൊട്ടുട്ടോ. അതങ്ങനെ ഒരു കാര്യമാണ്. നമുക്ക് ഈ മാസം തുടങ്ങുമ്പോഴേക്കും ഇങ്ങനെ പൊട്ടുമ്പോൾ എന്തോ ഒരു വിഷമം. എന്നാലും കുഴപ്പമില്ല, അസുഖം മാറാനല്ലേ വിചാരിച്ചിട്ട് സമാധാനിക്കുക. അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ ഓട്ടോറിക്ഷയുടെ ചന്തം കാണാം. ഇതെന്താ നീല ഓട്ടോറിക്ഷ മേടിക്കാൻ? എന്നാ നീല മേടിച്ചേ ഓട്ടോറിക്ഷ? ആദ്യം ബ്ലാക്ക് ആയിരുന്നില്ലേ ഇഷ്ടം? പൊട്ടിക്കണ്ട. അങ്ങനെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയ്ക്ക് കയറുകയാണ് കേട്ടോ. ചോറ് വയ്ക്കണം, ഉപ്പേരി വയ്ക്കണം. ഇതാ 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ കുട്ടി കുറേ എന്നെ വിളിക്കുന്നുണ്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട്. അതിൻ്റെ ഇടയിൽ എനിക്ക് ഇവിടെ പണിയുണ്ട്, എല്ലാം കൂടി അങ്ങോട്ട് സെറ്റാവണില്ല. അപ്പോൾ പച്ചമുളക് ഈ പാത്രത്തിലിടാറ്. അപ്പോൾ അതൊന്ന് തുടച്ചിട്ടു. കാരണം കുറേ നാളായി അതിൽ പച്ചമുളകില്ലാണ്ട് ഇങ്ങനെ ഒരെണ്ണം അങ്ങനെ ചീഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്തൊരു ഭാഗ്യത്തിന് ഇത് ക്യാബേജ് ഉപ്പേരിക്ക് അരിഞ്ഞിടുമ്പോൾ ഒരു പച്ചമുളക് കിട്ടിയിട്ടോ. എവിടത്തേക്കോ തപ്പിയെടുത്തതാ. അങ്ങനെ അപ്പോൾ ഞാൻ നെല്ലിക്കൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ പ്രാവശ്യം. ഈ കാൽഷ്യം ആയിരുന്നു എന്തൊക്കെയോ
കൂടാനൊക്കെ വേണ്ടിയിട്ട് അല്ല ഇത് നെല്ലിക്ക നല്ലതാണ് പറഞ്ഞപ്പോൾ അത് കടിച്ച് തിന്നോട്ടെ വിചാരിച്ചിട്ട് അത് 3-4 മേടിച്ചു. പിന്നെ ചുവന്നുള്ളി ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ മേടിച്ച് ഒതുക്കി വെച്ചു. പിന്നെ രാവിലെ പഞ്ചസാര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ ആ പാത്രം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ തുടച്ച് പഞ്ചസാര ആക്കി വെച്ചു. കണ്ടോ, ഈ പഞ്ചസാര നല്ല ഫ്രഷ് ആട്ടോ. നമ്മൾ മാവേലിയിൽ നിന്ന് മേടിക്കുന്നത് സപ്ലൈക്കോന്ന് മേടിക്കണമാകുമ്പോൾ കുറച്ച് നനവൊക്കെയുള്ള സംഭവം കിട്ടുക, അതാണ് വ്യത്യാസം. പിന്നെ അരിയൊക്കെ വെള്ളത്തിലിടാൻ തന്നപ്പോഴേ അത് നമ്മുടെ കുട്ടനെ എല്ലാ മരുന്ന് കൊടുത്തിട്ട് താഴെ ഇടാൻ തുടങ്ങി. അപ്പം ഞാനതൊക്കെ അവിടെ വെച്ചിട്ട് പോകാൻ പറഞ്ഞു. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് എല്ലാം കൂടെ ഓടി എത്തണില്ല കേട്ടോ. അതാണ് ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. എല്ലാം കൂടി ഓടി എത്തില്ല എനിക്ക്, എന്താണെന്ന് എനിക്കറിയില്ല. കുട്ടിയുടെ വാശിയും എല്ലാം കൂടിയിട്ട്, പിന്നെ രാവിലെ വലിയ വാശിയൊന്നുമില്ല, മറ്റേ ഹോസ്പിറ്റലിൽ പോകാനുള്ള തിരക്കും എല്ലാം കൂടി ആയിപ്പോൾ അങ്ങനെ വെച്ചിട്ട് പോയത്. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ഇങ്ങോട്ട് വന്നപ്പോഴാണ് അടുത്ത പ്രശ്നം. അവൻ്റെ ഓട്ടോറിക്ഷയിൽ ബാറ്ററി ഇടാൻ പറ്റില്ല, ലൈറ്റ് കത്തണില്ല. അങ്ങനെ എന്നിട്ട് ഞാൻ അഴിച്ച് നോക്കിയപ്പോൾ ബാറ്ററി ഇടാനുള്ള സ്പേസ് ഉണ്ടെങ്കിലും സ്പ്രിങ് ഇല്ലേ, ബാറ്ററി അറ്റാച്ച് ചെയ്ത് വെക്കണം, ആ സംഭവമില്ല. എന്നിട്ട് ഞാനത് അഴിച്ചിട്ട് വീണ്ടും വണ്ടി എടുത്തിട്ട് നമ്മൾ റൂട്ടിലേക്ക് പോയി സനേഷാനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു നേരെ കടയ്ക്ക് പോയി പറഞ്ഞോളാൻ. അങ്ങനെ നമ്മൾ പോയി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഒരു സംഭവമല്ല, ഈ വണ്ടിയിൽ ബാറ്ററി ഒന്നും ഇടാൻ പറ്റില്ല എന്ന്. അപ്പം നമ്മളിങ്ങോട്ട് തിരിച്ചു പോന്നു കേട്ടോ. എവിടെ കത്തണം? പുതിയ ഇതിപ്പോ ലൈറ്റ് കത്താത്തതാണ്, അതുകൊണ്ട് കുട്ടിക്ക് ആകെ വിഷമായി. കുട്ടി ഒന്ന് കരഞ്ഞു അല്ലേ? ഇത് ലൈറ്റ് കത്താത്ത സാധാ വണ്ടി, ഇത് ലൈറ്റ് കത്താത്ത സാധാ അല്ല. ഇത് അച്ഛൻ ദുബായിന്ന് കൊണ്ടുവന്നല്ലേ, അതാണേ. ഇത് ലൈറ്റ് കത്തില്ല. ഓടിക്കാൻ പറ്റില്ലേ? നമുക്ക് ഓടിച്ചാ പോരെ? ഓടിച്ചു കാണിച്ചേ. ഓടിക്കാനും തിരിക്കാനൊക്കെ പറ്റും. ഓടിക്കാൻ പറ്റണ വണ്ടി, താഴെ വീഴാണ്ടിരുന്നാ മതി ട്ടോ. കൊച്ചു പൂമ്പാറ്റേ, അയ്യോ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ഞാൻ വീണ്ടും അടുക്കളയ്ക്ക് വന്നു കേട്ടോ. അപ്പോൾ കുക്കറിൽ അരി വെച്ചിട്ട് പോയാലോ എന്ന് വിചാരിച്ച് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്തെങ്കിലും കാരണത്തിൽ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ഇവിടെ ഇരുന്ന് പ്രശ്നം അവിടെ വെച്ചിട്ട് അങ്ങനെ വെച്ചില്ല. പിന്നെ അതാ ക്യാബേജിന് ഞാൻ ക്യാബേജ് ഉപ്പേരിക്കിട്ടോ, ക്യാരറ്റും പിന്നെ പച്ചമുളക്, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില ഇതൊക്കെ അരിഞ്ഞിട്ടിട്ട് കൂട്ടി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ കേട്ടോ, പണി എളുപ്പമാക്കാൻ വേണ്ടി. ആ സമയത്ത് വെക്കണം എന്നൊക്കെ വിചാരിച്ചതാ, പക്ഷേ ആ സമയത്ത് പറ്റിയില്ല. അങ്ങനെ അത് അടുപ്പത്ത് വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ ചോറ്റുപാത്രത്തിൽ ഞാൻ തേങ്ങ ഉപ്പേരിക്ക് തേങ്ങയൊക്കെ ഇടാനുണ്ടെങ്കിൽ ഞാനൊരു പാത്രത്തിൽ ഇങ്ങനെ ചിരകിപ്പോൾ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എളുപ്പമല്ല, എടുത്ത് കുറച്ച് വിതറി ഇട്ടാൽ പോരെ. പിന്നെ ഇത് കാൽഷ്യത്തിന് വേണ്ടുന്ന തോന്നുന്നു. അപ്പോൾ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കലക്കി കൊടുക്കുകയാണ്. വേണ്ടല്ലോ, കുടിച്ചോ. ടേസ്റ്റ് ഇല്ല അതല്ലേ, കുടിച്ചോ. കുടിച്ചോ. ഇടയിൽ സാധനം ചേട്ടൻ പിടിച്ചോട്ടെ, ബാക്കിയൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു വിധം വേവായപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയും കൂടി ഇട്ടു കേട്ടോ. അങ്ങനത്തെ വേറൊരു പാത്രത്തേക്ക് മാറ്റുക. നല്ല കൊഴുവയുടെ കറിയിട്ടാണെന്നു, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാക്കാൻ വെച്ച് ഇരുമ്പാമ്പുളിയൊക്കെ ഇട്ടിട്ടാട്ട കറി വെച്ചതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ മീൻ വറുക്കാണ്ടായിരുന്നു, അതും കൂടെ വറുത്തു. ഇതാ ഇനിയിപ്പോൾ ചൂടെടുക്കാൻ പോവാ. നല്ല ചൂടാണെന്ന് കേട്ടോ പാത്രം. അപ്പോൾ അവനെ വിശക്കണുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തോ ഒരു ഇതിൽ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചിട്ട് അങ്ങനെ പോയി എടുത്തതാ കൈ പൊള്ളി. അങ്ങനെ മീൻ വറുത്ത പാൻ ഉണ്ടല്ലോ, അതിൽ ഞാൻ എന്തായാലും മീൻ കറി പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ആ ഓയിൽ ഒത്തിരി നല്ല ടേസ്റ്റ് അല്ലേ, അപ്പോൾ അവന് അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മീൻ ഫ്രൈ ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ കുറച്ച് സബോളയൊക്കെ ഇട്ടിട്ട് കുറച്ച് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമാട്ടോ സബോള ഇട്ട് കൊടുത്താൽ കുട്ടിക്ക് കഴിക്കാൻ. പിന്നെ ക്യാബേജ് ഉപ്പേരി മീൻ കറി നല്ല കോമ്പിനേഷനാട്ടോ. കുറേ ഞാനിങ്ങനെ കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, അവനും ഇഷ്ടമാണ്. ഓട്ടച്ച കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് കുട്ടി. അച്ഛൻ കുട്ടീനെ കളിപ്പിക്കണതാണേ. പേരി വെക്കണതിൻ്റെയും മീൻ വറുക്കണതിൻ്റെ ഒക്കെ ഇടയിൽ സനേഷേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫോൺ അവന് കൊടുത്തു, അതായിട്ട് അധികം വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞ് അതൊക്കെ അതുകൊണ്ട് കട്ടായിപ്പോയി. അങ്ങനെ എനിക്ക് മീൻ കറിയും മീൻ വറുത്തതും ക്യാബേജ് ഉപ്പേരിയായിരുന്നു. അവന് മീൻ വറുത്ത എണ്ണയിലാണ് കേട്ടോ ഞാൻ കൂട്ടി കുഴച്ച് കൊടുത്ത, അധികം എരിവുണ്ടാവില്ലല്ലോ അതിൽ, അതുകൊണ്ട് കേട്ടോ. അങ്ങനെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.
അപ്പോൾ ടാറ്റ ബൈ ബൈ, സി യു.